തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാഗ്നസ് എന്ന സ്ഥാപനം നടത്തിയ തട്ടിപ്പുകളെ കുറിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി കഴിഞ്ഞു. മാഗ്നസില് ഫോൺ വഴിയാണ് അവര് കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്, സ്ഥിരം വിളിക്കുന്നത്. സ്കൂളിൽ നിന്ന് നമ്പർ എടുത്തായിരിക്കും വിളിക്കുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അവരാവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. 1.5 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞ് അവിടെ പഠിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളില്ലാത്ത ഈ വീട്ടില് കുഞ്ഞുങ്ങൾ ഇത് പഠിക്കണം, എനിക്കിത് പഠിച്ചാൽ ശമ്പളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ പോകുന്നത്, അഡ്മിഷൻ എടുക്കുന്നതും. ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാൽ അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഈ പിള്ളേർക്ക് ആഹാരങ്ങളൊന്നുമില്ല. അവിടെ ഒരു 5 പിള്ളേർക്ക് ദിവസവും എൻ്റെ അണ്ണൻ്റെ മോളവിടെ ആറ്റിങ്ങല് നാവായിക്കുളത്തെ നേഴ്സാണ്, അവളെ കയ്യിലാണ് വണ്ടിയിൽ ഞാൻ ആഹാരം കൊടുത്തയക്കുന്നത്. ആഹാരങ്ങളൊന്നുമില്ല. അവർ പറയുന്നത് എന്തെങ്കിലും വെച്ച് കഴിച്ചോളും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് അവിടെ ചെല്ലണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര രൂപ വസൂലിയാവണമെന്നും ഉണ്ടാവും. അത് ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച വൈകിട്ടങ്ങ് എത്തും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ ചോദിച്ചത്. ഈ 1,86,000 രൂപ വാങ്ങിച്ച് ഞങ്ങൾക്ക്, ഞാൻ പട്ടികജാതിക്കാരിയാണ്. എനിക്കാണെങ്കിൽ പിന്നെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. എൻ്റെ ഭർത്താവാണെങ്കിൽ കൂലിപ്പണിക്കാരനാണ്. ആ പൈസയിൽ നിന്നാണ് എൻ്റെ മൂത്ത മോനാണെങ്കിൽ PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അവന് ഇതുവരെ ഒരു ജോലിയായില്ല. അപ്പൊ ഈ കൊച്ചിന് ഒരു ജോലി എങ്ങനെ കിട്ടും, ഞങ്ങളെ കൂടെ സംരക്ഷിക്കും എന്നുള്ള ഒരു കാരണത്തിലാണ് ഞങ്ങൾ ഇവരെ തള്ള കേട്ടാണ് ഞങ്ങൾ അവിടെ കൊണ്ട് എന്റെ കുഞ്ഞിനെ കൊണ്ടിട്ടത്. ബാംഗ്ലൂരാണ് ട്രെയിനിങ്ങിന് വിട്ടത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 വലിയ ഈ മദ്യപിക്കുന്ന ആൾക്കാരെ ഇടയ്ക്ക് കൊച്ചിനെ, ഇന്ന് വരെ കുഞ്ഞുങ്ങളൊന്നും ഇതൊന്നും കണ്ടിട്ടില്ലാത്തതാണ്. അന്ന് രാത്രി പറയുന്ന അമ്മ എനിക്കിവിടെ കിടക്കാമായി, അവർ ഗ്ലാസ്സിൽ മദ്യം ഒഴിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ഇവർക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയും ഇന്ന ആളെ വിളിക്കാൻ ഇൻചാർജറെ വിളിക്കുക, അവരെ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല. എന്നിട്ട് ആ കടയിലെ ആളെ നമ്പറിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഒരു ദിവസത്തേക്ക് എന്റെ മോൻ അവിടെ നിന്ന് മാറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു 500 രൂപയാണ്. 500 രൂപ ഞങ്ങൾ ഉടനെ അക്കൗണ്ടിലിട്ട് കൊടുത്തു. കടം വാങ്ങിച്ചാണ് ഞാൻ കൊടുക്കുന്നത് ഈ പൈസയല്ല. അക്കൗണ്ടിൽ കൊടുത്ത് ഒരു റൂം എടുത്ത് രാത്രി കൊടുത്ത് അയാൾ ഈ റൂം മൊബൈൽ ടെക്നീഷ്യന് കൊണ്ട് ആ കടക്കാരൻ പറയാണ് രാത്രി ആര് വന്ന് കതക് തട്ടിയാലും ഇറങ്ങില്ല, ഞാൻ വന്ന് കതക് തട്ടിയാലേ ഇറങ്ങാൻ പറ്റും. അപ്പൊ കുഞ്ഞങ്ങ് മേടിച്ചു പോയി. പിന്നെ പിറ്റന്ന 600 രൂപ ഞങ്ങൾ ഓൺലൈൻ വഴി ബസ് കൂലി അടച്ച് ട്രാൻസ്പോർട്ടിന് അടച്ച് തിരിച്ച് വരണമെന്ന്. 18 വയസ്സായ കൊച്ചാണ്. ബാംഗ്ലൂരിൽ ചെന്ന് ഇറങ്ങിയപ്പോഴും എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞു. പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അതുപോലെ തന്നെ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രിക്കും സംസ്ഥാന ഗവർണർക്കുമൊക്കെ രക്ഷിതാക്കൾ പരാതി നൽകി. സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും പരാതി നൽകി. എന്നാൽ മാഗ്നസിന് യാതൊരു കുലുക്കവും ഇല്ല എന്നതാണ് അവസ്ഥ. അവര് ഈ വാർത്ത വന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ പേജുകളിലൊക്കെ വ്യാജ പ്രൊഫൈലുകളിൽ നിന്നൊക്കെയുള്ള കമന്റുകളും ദുഷിപ്പുകളും ഒക്കെ കൊണ്ട് നിറയ്ക്കുന്നുമുണ്ട്. എന്താണ് ഇവരുടെ പിന്നിലുള്ള ചേതോവികാരം, അല്ലെങ്കിൽ എന്താണ് ഇവർ വരുത്തിയ വീഴ്ച എന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രധാനമായും അറിഞ്ഞിരിക്കണം. ആറ്റിങ്ങൽ പോലുള്ള ഒരു ചെറിയ പട്ടണത്തിൽ ഇവര് ബസ് സ്റ്റാൻഡിന് എതിർവശത്ത് ഇവർക്ക് ഒരു മൊബൈൽ സർവീസിംഗ് ഷോപ്പാണുള്ളത്. അപ്പോൾ ആ ഷോപ്പിന്റെ പുറകിലായിട്ടാണ് ഇവർ ട്രെയിനിങ് ക്ലാസ്സുകൾ നടത്തുന്നത്. ഈ ട്രെയിനിങ്ങിന് കുട്ടികളെ ചേർക്കുമ്പോൾ ഒരു പഠന കോഴ്സിന് വേണ്ടിയാണല്ലോ ചേരുന്നത്. അപ്പോൾ അതിന്റെ മാനദണ്ഡങ്ങളല്ല ഇവർ വച്ച് പുലർത്തുന്നത്. ഇവര് ഒരു തൊഴിലാളി മുതലാളി അല്ലെങ്കിൽ എംപ്ലോയി രീതിയിലുള്ള കരാറിൽ ഒപ്പുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1,86,000 രൂപ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നുണ്ട്. എന്നിട്ട് കുട്ടികൾക്ക് ഒരു മൊബൈൽ ഫോൺ ശരിയാക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അത് അറിയുകയുമില്ല. അവിടെ പഠിപ്പിക്കുന്ന ആളുകൾ നമ്മൾ കരുതും വലിയ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ആളുകളാണ് പഠിപ്പിക്കുന്നത്. അതിന് പഠിപ്പിക്കുന്ന ആളുകളെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയുന്നില്ല. പക്ഷെ അവിടെ ടെക്നീഷ്യന്മാരായിരിക്കുന്ന വ്യക്തികളാണ്, അതായത് ഈ മൊബൈൽ സർവീസ് സെന്ററിൽ ടെക്നീഷ്യന്മാരായിരിക്കുന്ന വ്യക്തികളാണ് അവിടെ അധ്യാപനം നടത്തുന്നത്, മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സാധാരണ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഈ വർക്ക്ഷോപ്പിലൊക്കെ പോയി നിന്ന് അല്ലെങ്കിൽ തുന്നൽക്കടയിൽ പോയി നിന്ന് ജോലി പഠിക്കുന്ന രീതി ഉണ്ടായിരുന്നു. തികച്ചും സൗജന്യമായി എന്തെങ്കിലും ചായ കുടിക്കാൻ കിട്ടിയാൽ കിട്ടി, അതുപോലെ ഇങ്ങോട്ട് കിട്ടി പഠിക്കുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അതേ മാതൃകയാണ് പിന്തുടരുന്നതെങ്കിലും, അതായത് പണി പഠിപ്പിക്കലാണ് അല്ലെങ്കിൽ പണി ചെയ്യിച്ച് പണി പഠിപ്പിക്കലാണ് അവിടെ നടക്കുന്നതെങ്കിലും ഇത് ഈ പഠിക്കാൻ പോകുന്ന ആളുകളിൽ നിന്ന് ഭീമമായ തുക ഈടാക്കുന്നു. തൊട്ടപ്പുറത്തെ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് പറഞ്ഞതുപോലെ
തിരുവനന്തപുരത്ത് തന്നെ നേമത്ത് തന്നെ 3 മാസത്തെ കോഴ്സ് സൗജന്യമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികളുണ്ട്, NGO മുഖാന്തരം നടത്തുന്ന ചില പദ്ധതികൾ, അതിനകത്തൊക്കെ ഈ കോഴ്സ് ഉണ്ട്. വെറും സൗജന്യമാണ്, 1 രൂപ പോലും ചിലവഴിക്കേണ്ടതില്ല. എന്നിട്ടാണ് 1,86,000 രൂപ ഇവർ ഈടാക്കുന്നത്. അതിനുശേഷം കുട്ടികളെ ആട് ജീവിതത്തിന് വിധേയരാക്കുന്ന മറ്റൊരു പ്രക്രിയ ട്രെയിനിങ്, പരിശീലനം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഇവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുമ്പോൾ വീണ്ടും 86,000 രൂപ ചോദിക്കുന്നത്. ട്രെയിനിങ് കാലയളവ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? സർട്ടിഫിക്കറ്റ് കൊടുക്കണമല്ലോ. ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന ആളുകളുടെ അവരെ അധിക്ഷേപിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഞാൻ ഒരിക്കലും ഇവർക്ക് കൊടുത്ത പൈസ ഞാൻ അങ്ങോട്ട് കൊടുത്ത പൈസയാണ്. അപ്പൊ എന്റെ മോന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഇപ്പൊ നമ്മളെ മക്കൾ, ഇപ്പോഴത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന മക്കള് നശിച്ചു പോകാൻ വേണ്ടിയിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഒരു ഭാവി നശിക്കുന്നതിന്റെ തെളിവ് നിങ്ങൾ ആരും ചോദിക്കുന്നില്ല, ഒരു മാധ്യമോ അല്ലെങ്കിൽ ഒരാളും തേക്കുന്നില്ല. എന്താണ് ഇപ്പൊ എന്റെ മോൻ ഒരു MDMA അല്ലെങ്കിൽ ഒരു കള്ളു കുടിച്ച് ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പബ്ലിക്കാവും. അപ്പൊ ഇതുപോലെ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ ഭാവി നശിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. അത് അന്വേഷിക്കണം, ഇതിന് വേണ്ട നടപടികൾ നമുക്ക് എടുത്തു തരണം. പിന്നെ ഇപ്പൊ ഇവർ പറയുന്ന ഓപ്ഷൻ എന്താണ്, എന്റെ മോന് അറ്റൻഡൻസ് കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അറ്റൻഡൻസ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് ട്രെയിനിങ്ങിന് പോയ കുട്ടികളുടെ ഭാവി നിങ്ങൾ അന്വേഷിക്കണം. അവരെല്ലാം ഓക്കെ അല്ല. ഞാൻ ഇതിനെപ്പറ്റി ഫുള്ള് പഠിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. 10-20 പേരോളം ഒരുമിച്ച് നിന്ന് ആറ്റിങ്ങൽ മാഗസിനിൽ നിന്ന് കേസിന് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല. പിന്നെ എന്റെ മോൻ 18 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയല്ല, 16 വയസ്സിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇവന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തേണ്, അത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ആ ടൈമിൽ ഇപ്പൊ ഞാൻ ഇന്നത്തെ ഒരു നിങ്ങളൊരു പേപ്പർ തരുന്നെങ്കിൽ ഇന്ന് ഞാൻ സൈൻ ചെയ്യുന്നെങ്കിൽ അതിന് വാലിഡ് ഉണ്ട്. എന്റെ മോൻ അവിടെ ക്ലാസ്സിന് കയറി, ആഗസ്റ്റിൽ ക്ലാസ്സിന് കയറി, പിന്നെ 3-4 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ മോനെ കൊണ്ട് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ കോപ്പി എന്റെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ 6 മാസം നമ്മൾ പൈസ അടച്ചു, അപ്പൊ നമ്മൾ തല വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഫുള്ള് വായിച്ചിട്ട് അല്ലെങ്കിൽ അവർ തന്നെ എഗ്രിമെന്റ് 200 രൂപ പത്രത്തിൽ തന്നെ എഗ്രിമെന്റ് നമ്മൾ വായിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇങ്ങനെ മിണ്ടായിരുന്നു കേൾക്കാനേ പറ്റില്ല. അപ്പൊ നമ്മൾ ഓക്കെ. അപ്പൊ എന്റെ മോൻ പറയുമ്പോ എനിക്ക് ജോലി കിട്ടുമല്ലോ, ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ ഇത്ര സഹിച്ചും ക്ഷമിച്ചും നിന്നത്. ഇപ്പൊ അവര് മോന്റെ മോതായാലും എന്റെ മോതായാലും പറഞ്ഞ് ഒരു കോഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ്, വെറുതെ ഒരു സർട്ടിഫിക്കറ്റ്, വേറെ എങ്ങും വാലിഡ് ആയിട്ടുള്ള പേപ്പറല്ല, ഗവൺമെന്റ് അംഗീകാരപ്പെട്ടതോ ഒന്നുമല്ല, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി 1,86,000 രൂപ കൊടുക്കാൻ ഇത് വെള്ളരിക്കാൻ പട്ടണമൊന്നും അല്ല. ഇതിന് മുന്നോട്ട് വേണ്ട നിയമ നടപടികൾ വേണം. ഇത് തന്നെയാണ് എന്റെ ആവശ്യം. പിന്നെ ഞാൻ കുറച്ച് നേരത്തെ നിങ്ങൾ ചോദിച്ച കണക്ക് എന്താണ്, ഇപ്പം ഒരു MDMA അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോടനെ പിടിക്കും, പോലീസോ ആളാവും, ബഹളാവും. അപ്പൊ ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കടമ എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ നിൽക്കാത്തത്? പൈസ നേക്കുമ്പോൾ ഓടുന്നതിന്റെ കാര്യം എന്താണ്? ഇവിടെ ഒന്നിനൊരു വാല്യൂ ഇല്ല. ഇപ്പൊ കഷ്ടപ്പെട്ടാലും മാതാപിതാക്കൾ എങ്ങനെ കഷ്ടപ്പെട്ട് കൊടുത്താലും ഏത് സാഹചര്യത്തിലാണ് മക്കളെ ഭാവിക്കേണ്ടി നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നത്? അപ്പൊ അതൊന്നും നിങ്ങളാരും അന്വേഷിക്കുന്നില്ല. എന്റെ മോൻ മാനസികമായിട്ട് ഒരുപാട്, ഇന്നൊരു ദിവസം എന്റെ മോൻ വീട്ടിന് വെളിയിറങ്ങുന്നത്, അതും ഈ രാധാകൃഷ്ണൻ ചേട്ടൻ ഇന്നലെ വിളിച്ച് മോനെ ഒരുപാട് കൺവിൻസ് ചെയ്തതിനെ കൊണ്ടാണ് ഇന്ന് വന്നത്. അവൻ വരത്തില്ല എന്ന് പറഞ്ഞ് കരച്ചിലും വീഴ്ചിലും ഒക്കെ ആയിരുന്നു. ഇത് പ്രിയപ്പെട്ട രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കണം. ഇത് വാർത്ത കൊടുക്കുക എന്ന് പറയുന്ന സ്ഥാപനത്തെ തേജോവധം സ്ഥാപനത്തിൽ വന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയാണ് ഈ വാർത്തയിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. തീർച്ചയായും നിങ്ങൾ ആ സ്ഥാപനത്തിൽ പോകുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കി വേണം ആ കോഴ്സിന് ചേരാൻ. അതുപോലെ തന്നെ സൗജന്യമായി സർക്കാരിന്റെ കോഴ്സുകളുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകരുത്.